അമ്മാതിരി ഭരണം ഇങ്ങോട്ട് വേണ്ട, ധാർഷ്ട്യത്തോട് കടക്കൂ പുറത്തെന്ന് മലയാളി. കേരള നിയമസഭാ ഇലക്ഷന്റെ റിസൾട്ട് പുറത്തു വരുമ്പോൾ മലയാളിയുടെ പ്രതികരണം ഇങ്ങനെയാണ്: അടുത്ത 5 വർഷത്തേക്ക് കടക്കൂ പുറത്തെന്ന് വിധി എഴുതിയിരിക്കുന്നു. ജനങ്ങൾ ആഗ്രഹിച്ച ചില വിധികളുണ്ട്, ചില വിജയങ്ങളുണ്ട്, ചില പരാജയങ്ങളും. ഇതിലൊന്ന് KB ഗണേഷ് കുമാറിന്റെ പത്തനാപുരത്തെ പരാജയമാണ്. അത് ആഘോഷിക്കുന്നതോ KB ഗണേഷ് കുമാർ പ്രതിനിധീകരിച്ചിരുന്ന NSSന്റെ പത്തനാപുരത്തെ താലൂക്ക് യൂണിയനാണ്. അവർ ഗണേഷ് കുമാറിന്റെ പരാജയം ഒരാഘോഷമാക്കിയിരിക്കുന്നു. തോറ്റാൽ പാതിമീശ പഠിച്ച് മൊട്ടയടിച്ച് നടക്കുമെന്ന് പറഞ്ഞ അൻവറും തോറ്റിരിക്കുന്നു. ഇനി ബാർബറെ അന്വേഷിച്ച് നടപ്പാണ്. അങ്ങുമിങ്ങും ചാടിക്കളിച്ച് പൂഞ്ഞാറിലെ ആശാൻ ഏറെക്കുറെ വീട്ടിലിരുന്ന മട്ടാണ്. കേരളത്തിന്റെ മനസാക്ഷിയെ ഞടുക്കിയ 51 വെട്ടിന് മറുപടിയായി മിന്നുന്ന മറുപടി നൽകിയിരിക്കുന്നു KK രമ. സ്വജനപക്ഷപാതത്തിന് പേര് കേട്ട ഈന്തപ്പഴത്തിന്റെ മധുരം ഒരുപാട് നുഴഞ്ഞ KT ജലീലിന്റെ പരാജയം തീർത്തും പ്രതീക്ഷിച്ചിരുന്നത്. ന്യൂനപക്ഷ മന്ത്രിയായിട്ടും ചിലരെ മാത്രം കാണാതെ ഒരു വശത്തോട്ട് മാത്രം തിരിഞ്ഞുള്ള വികസനം, ഒടുവിൽ മെസ്സിയെ കൊണ്ടുവരാമെന്നുള്ള വാഗ്ദാനം കാലുമടക്കി തൊഴിച്ചു പുറത്താക്കിയിരിക്കുന്നു അബ്ദുറഹ്മാനെ ജനങ്ങൾ. ഒരു പൈസ തെരഞ്ഞെടുപ്പിന് മുടക്കാതെ സൈക്കിളിൽ നാട് ചുറ്റി ജനങ്ങളെ കണ്ടറിഞ്ഞ ലാളിത്യത്തിന്റെ വിജയം, ചാണ്ടി ഉമ്മന്റെ വിജയം, ജനകീയനായ രവീന്ദ്രനാഥിന്റെ മണലൂരിലെ വിജയം, പിണറായി വിജയൻ എന്ന അതികായകന്റെ പരാജിതന്റെ വിജയം. ജനമനസ്സുകളെ വിഷമിപ്പിക്കുന്ന ചില പരാജയങ്ങളുമുണ്ട്. അതിലൊന്ന് പേരാവൂരിൽ KK ശൈലജയുടെ പരാജയമാണ്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി 60,000-ൽ പരം ഭൂരിപക്ഷം നേടിയ KK ശൈലജയുടെ പരാജയം. അർഹതപ്പെട്ട പലരും പരാജയപ്പെട്ടിട്ടുണ്ട്, അനർഹർ പലരും വിജയിച്ചിട്ടുമുണ്ട്. ഇത് രാഷ്ട്രീയമാണ്. പക്ഷേ ജനങ്ങളെ മറന്ന് മുന്നോട്ടു പോയാൽ അവരോട് ജനങ്ങൾ പറയും കടക്കൂ പുറത്തെന്ന്.